മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ ശ്രീ ജയപ്രസാദ് സർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ സിലബസിൻ്റെയൊക്കെ കാര്യം, അതിൽ കൃത്യമായി സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് PM ശ്രീയെ എതിർത്ത് ആ രാഷ്ട്രീയ വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ വേണ്ടി PM ശ്രീയെ വളരെ കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ PM ശ്രീ നടപ്പാക്കാതിരിക്കാനാകില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൈകാലിട്ടടിച്ച് ഏതോ ഇനി ഇരവാദം മുഴക്കുന്ന UDF-നെയാണ്, മുസ്ലിം ലീഗിനെയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ എന്തായാലും UDF കൺവീനർ ആ വിഷയം തുറന്നു പറഞ്ഞപ്പോൾ തൊട്ടുപുറകെ മുസ്ലിം മത സാമുദായിക സംഘടനകൾ വളരെ കൃത്യമായി സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങി വന്ന് പറയുന്നു UDF അങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടായിട്ടില്ല എന്ന്. ഏതായാലും UDF കൺവീനർ അങ്ങനെ UDF യോഗത്തിൽ ഇല്ലാത്തൊരു കാര്യം പുറത്തു പറയുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ, പ്രത്യേകിച്ച് അടൂർ പ്രകാശ്. അപ്പോൾ ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ വീണ്ടും നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ സമ്മർദ്ദ ശക്തിയോ ഒന്നും അല്ല. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഇവിടെ കൃത്യമായി ഡോക്ടർ K ജയപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ നൽകുന്ന ഒരു പ്രാധാന്യവും അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായി മറ്റെന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു പോരായ്മയും കുറവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയോടെയാണ് നമ്മുടെ ഒരു പൊതുവായി കേരള സമൂഹത്തിന്റെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കളെ സംബന്ധിച്ചുണ്ടായാലും, അതിന് പാവപ്പെട്ട കൂലിത്തൊഴിലാളിയാണെങ്കിലും എത്ര ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യത്തിന് ഒരു കുറവും വരുത്തില്ല. ഒരു നേരത്തെ ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല എങ്കിൽ പോലും ആ തുക പോലും മാറ്റിവെച്ച് തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു മനസ്സുള്ള ഒരു സമൂഹമാണ് കേരളത്തിൽ. അങ്ങനെ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടുതൽ ആശങ്കയോടുകൂടിയും അതിനോട് താല്പര്യം. ദയവായി ക്ഷമിക്കുക, നമുക്ക് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ്. ബാക്കി രണ്ടുപേരുകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഈ UDF-ൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ PM ശ്രീയുമായി മുന്നോട്ട് പോകുമോ? അല്ല, ഞാൻ അതിനകത്ത് കൃത്യമായി ഇവിടെ വളരെ പെട്ടെന്ന് കാര്യം രണ്ടുപേരിലേക്ക് കൂടി പോയി വൈൻഡപ്പ് ചെയ്യണം. BJP-യുടെ പ്രതിനിധിയും താങ്കളും നീലിമയും പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ PM ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു ഈ സമയം വരെ എവിടെയും പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായി UDF അക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് ബന്ധപ്പെട്ട നേതാക്കൾ പറഞ്ഞു. ഈ ഒരു മന്ത്രിസഭ ഉപസമിതി അക്കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ അഭിപ്രായം ഉൾപ്പെടെ അവരുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ച് എന്താണോ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷം ഒപ്പിട്ടതുപോലെ ഞങ്ങൾ അത് നടപ്പിലാക്കാൻ പോകുന്നു, വളഞ്ഞ വഴിയിൽ അത് നടപ്പാക്കുമെന്ന് ആദ്യം ഈ സർക്കാർ വന്ന ഉടനെ പ്രഖ്യാപിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ്, അത് ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ച് എവിടെയാണ് N ശംസുദ്ദീൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ PM ശ്രീക്ക് എന്താ ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും അതേ നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്. PM ശ്രീ നടപ്പാക്കാതെ പറ്റില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചോദ്യത്തിനൊന്ന് മറുപടി പറഞ്ഞാൽ മതി. ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന PM ശ്രീ ഇനി വേണ്ട എന്ന് നിങ്ങൾ വെക്കുമോ? കാരണം കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതാണല്ലോ നിങ്ങളുടെ വാദം. കരാറിൽ നിന്ന് പിന്മാറാനൊക്കെ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇനിയും രാഷ്ട്രീയമായി നിങ്ങൾ ഇതിൽ എന്ത് തീരുമാനമെടുക്കും? എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അത് കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ കഴിയുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് ഇല്ല, നിങ്ങൾക്ക് സംസ്ഥാനത്തിന് പിന്മാറാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലീഗലി നിലനിൽക്കുന്ന കാര്യങ്ങളാണെന്ന് അബ്ദുൾ വഹാബിന് രാജ്യസഭയിൽ നിന്ന് മറുപടി കിട്ടിയിട്ടുണ്ട്. ദയവായി അങ്ങ് അത് ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. അത് പിന്മാറിയാലും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ UDF-ഉം ലക്ഷ്യമിടുന്നത് ഈ പറയുന്നത് പോലെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കലാണ്. ഏതാണ് ആധികാരികത? ആർക്കാണ് ഇതിനകത്ത് പിന്മാറാൻ കഴിയുക എന്ന് കൃത്യമായി MOU-നകത്ത് ഒപ്പിട്ട് വെച്ചിട്ട് നാളെ ഈ പാർലമെന്റിലെ രാജ്യസഭയിൽ ഒരു കേന്ദ്രമന്ത്രി നൽകിയ രേഖാമൂലം നൽകിയ ഉറപ്പില്ലേ? നിങ്ങൾക്ക് അത്ര വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാമല്ലോ. കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നു. ഇന്ന രീതിയിൽ മാത്രമേ ഇതിനകത്ത് പിന്മാറാൻ കഴിയുള്ളൂ. ഒരു മിനിറ്റ്, ഒന്ന് KDLS ഇടപെടുകയാണ്. ഒരു മിനിറ്റ്.
ശ്രീ ഷമാസ്, എന്റെ ചോദ്യം അങ്ങേടുത്ത് ഇതാണ്. നേരത്തെ LDF ഗവൺമെന്റ് അവർ സൈൻ ചെയ്തു, അതിനായിട്ട് കെപ്റ്റിൻ അബാൻസ് എന്ന് വെച്ചിരുന്നു. അതായത് പിന്മാറിയില്ല, അടുത്ത് സൈഡിൽ വെച്ചു, അതായത് കെപ്റ്റിൻ അബാൻസ്. അത് ചെയ്യാൻ എന്താണ് പ്രശ്നം? അല്ല, ഞങ്ങളിപ്പോ ഇതെടുത്ത് തലയിൽ വെച്ചോ? ഇല്ലല്ലോ. അല്ല, നിങ്ങളുടെ കൺവീനറാണ് പറഞ്ഞത്. നിങ്ങളുടെ കൺവീനറാണ് ഇന്നലെ പറഞ്ഞത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്നു. അത് ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾ മുഹമ്മദ് ഷമാസ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇന്നലെ കൺവീനർ എന്താ പറഞ്ഞത്? എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി വീഡിയോ ചോദിക്കാൻ PMC നടപ്പിലാക്കുന്നു എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അല്ല, നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞോ? ഒരു സെക്കൻഡ് മുഹമ്മദ് ഷമാസ് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കട്ടെ. ഇന്നലെ പറഞ്ഞ ഒറ്റ ബൈറ്റ് ഒന്ന് കേട്ടാൽ. അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ഞാൻ അദ്ദേഹം പറഞ്ഞത് വീണ്ടും എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് UDFും ആലോചിക്കും, അതുപോലെ തന്നെ ഉപസമിതിയും ആലോചിച്ച് അവർ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിൽ ഒരു തർക്കം വരികയുള്ളല്ലോ. ഷമാസ് കേട്ടല്ലോ. ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞതും വളരെ കൃത്യമായി രണ്ടാമത് അടൂർ പ്രകാശ് പറയാനിടയായ സാഹചര്യവും ഞാൻ പ്രത്യേകിച്ച് അങ്ങയിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. അങ്ങേതിൽ മറുപടി പറയാനും ആകില്ല എന്ന് വളരെ കൃത്യമായി അറിയാം.